മീഡിയ ഓൺ ബിസിനസ് എക്സലൻസ് മീഡിയ കോൺക്ലേവിലേക്കാണ്. എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് മന്ത്രിസ്ഥാനത്ത് നിന്ന് 5 വർഷത്തിന് ശേഷം പിൻവാങ്ങുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കേരളം വ്യാവസായികമായി എവിടെ നിൽക്കുന്നു എന്ന ചോദ്യത്തിന് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നു മുട്ടി നിന്ന പല പ്രതിസന്ധികളെയും വളരെ ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ, പരിപ്രേക്ഷ്യങ്ങളുടെ മാറ്റിയെഴുതലുകളിലൂടെ മറികടക്കാൻ കഴിഞ്ഞ 5 വർഷം കൂടിയാണ് പിന്നിടുന്നത്. ഒരുപക്ഷെ 5 എന്നത് 2 LDF സർക്കാരിൻ്റെ കാലയളവും കൂടി ചേർത്താൽ അതൊരു 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള പരിശ്രമമാണ് എന്നുകൂടി പറയേണ്ടി വരും. അതിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് എത്രത്തോളം സുസ്ഥിരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വെൽക്കം മിസ്റ്റർ. എൻ്റെ ആദ്യത്തെ ചോദ്യം, നമുക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവാങ്ങേണ്ട സമയമായി നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് ഈ മൗലികമായ ഒരു മാറ്റം അത് എത്ര കണ്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്, ഏറ്റവും പ്രതീക്ഷ നൽകുന്നതും എന്നാൽ ഇനിയൊരു സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്തതുമായ മൗലികമായ ഒരു മാറ്റം എടുത്തു പറഞ്ഞാൽ അതെന്തായിരിക്കും? അതിലേറ്റവും പ്രധാനം കേരളത്തിൻ്റെ ഒരു കുറവെന്നുള്ളത് ഒരു ഡീപ്പ് റൂട്ടഡ് പ്രിസംഷനായിരുന്നു. ഇവിടെ ഒരു സംരംഭവും സാധ്യമാവില്ല. ആ ഒരു പ്രിസംഷൻ മാറ്റലായിരുന്നു ഏറ്റവും വലിയ ചലഞ്ച്. അതിൽ നിങ്ങളുടെ സംഭാവന നന്നായിട്ടുണ്ട്, മാധ്യമങ്ങളുടെ പൊതുവായിട്ട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ ചുമതലെടുക്കുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാമത്തെ റാങ്കായിരുന്നു. അന്ന് ഈ റാങ്കിങ്ങിനെ കുറിച്ച് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. കാരണം ഇതിന് മുൻപുള്ള ഗവൺമെൻറ് LDF ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ അവർ നടത്തിയ പരിഷ്കാരങ്ങൾ, ലെജിസ്ലേറ്റീവായിട്ടുള്ള സ്റ്റെപ്സ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു 1ാം പിണറായി ഗവൺമെൻറ്. അപ്പോൾ അതനുസരിച്ച് റിഫോമിൽ നോക്കുകയാണെങ്കിൽ 10നും 15നും ഇടയിലായിരുന്നു കേരളത്തിന് റാങ്ക് കിട്ടേണ്ടിയിരുന്നത്. ഇപ്പം എന്തുകൊണ്ട് കേരളം 28ലേക്ക് എത്തി? ഇതാണ് ഞങ്ങൾ ആദ്യം നോക്കിയ ഭാഗം. അപ്പോൾ നോക്കിയപ്പോഴാണ് ഒരു മാധ്യമവും ഇതുവരെ പറയാത്ത കാര്യമാണ്, ഈ റാങ്കിങ് 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾ 90% പരിഷ്കാരം നടപ്പിലാക്കിയാൽ യു ആർ എലിജിബിൾ ടു ദ ടോപ്പ് അച്ചീവർ റാങ്ക്. ഈ യൂണിയൻ മിനിസ്ട്രി 1-2 ഏജൻസീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ സാമ്പിൾ വിളിക്കും. ഒന്നാമത് കേരളത്തിൽ പരിചയമില്ലാത്ത ആൾ വിളിക്കുകയാണെങ്കിൽ ബിസിനസ്സുകാർ ഒന്നാമത് എടുക്കില്ല. 2-3 തവണ എടുത്തില്ലെങ്കിൽ അവർ അത് അങ്ങനെ നോട്ട് ചെയ്യാം. ചിലപ്പോൾ ഹിന്ദിയിലാണ് ചോദിക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കില്ല. പിന്നെ എത്ര നന്നായി അനുഭവമുള്ള ആളാണെങ്കിലും മലയാളിയുടെ പൊതു സ്വഭാവം അനുസരിച്ച് നെഗറ്റീവായിട്ടോ പറയുള്ളൂ. ലക്ഷദ്വീപിന് 15ാം സ്ഥാനം കിട്ടി. അന്ന് ലക്ഷദ്വീപിൽ ഒരു ഇൻഡസ്ട്രി ഇല്ല. അപ്പം ഞങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് കേന്ദ്രത്തിന് കത്തെഴുതി, നിങ്ങൾ ഈ 100% സബ്ജക്റ്റീവായിട്ടുള്ള തെറ്റാണ്, അത് മാറ്റണം. ആ റാങ്കിങ്ങിനെ കുറിച്ച് ഗവൺമെൻറ്റാണ് ആദ്യം ഒരു പ്രശ്നം വയ്ക്കുന്നത്. പക്ഷെ അവർ മാറിയില്ല. മാറാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഞങ്ങൾ എല്ലാ ജില്ലയിലേക്കും പോയി ഇൻവെസ്റ്റേഴ്സ് ചോദിച്ചു, വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദ ഗവൺമെൻറ് ടു അട്രാക്ട് മോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നല്ല ഡിസ്കഷനായിരുന്നു. ഒരു ദിവസമാണ് ഒരു ജില്ലയിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ വകുപ്പ് ഇരുന്നിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വേണം, ലെജിസ്ലേറ്റീവ്സ് ഓർഡർ മാറ്റണം, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, അത് തയ്യാറാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരെയും വിളിച്ചു. അങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്സ് എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നത്തെ റാങ്കിങ്ങിൽ കേരളം ആദ്യമായി 1ാമതെത്തി. സെയിം ആണ്, ഇപ്പോൾ 100% ഫീഡ്ബാക്കാണ്. അതേ ഫീഡ്ബാക്ക് തന്നെ നമുക്ക് നേരെ പോസിറ്റീവായിട്ട് വന്നു. അതാണ് പ്രിസംഷൻ മാറി എന്ന് പറയുന്നത്. അതായത് ഒന്നും ചെയ്യാതെ തന്നെ റാങ്ക് മാറി. അല്ല, നമ്മൾ കുറേ മാറ്റം വരുത്തി. കാരണം അവരെ കൂടി വിശ്വാസത്തിലെടുത്തു. പിന്നെ സെക്കൻഡ് റൗണ്ട് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം, വാട്ട് വി ക്യാൻ ഡു ടുഗദർ. നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സംരംഭകരും ഗവൺമെൻറ് ഒന്നിച്ച് ഇത് നല്ല മാറ്റം ഉണ്ടാക്കി. ഇപ്പോൾ ഏത് സംരംഭക സംവിധാനങ്ങളും, ഇപ്പോൾ ഇവിടെ സംരംഭകരുണ്ടാവുമല്ലോ, ഈ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അവരുടെ ഈ സംരംഭക രീതിയിൽ സംതൃപ്തി ഉണ്ടോ? ഞാൻ പറയുന്നു,
അത്യപൂർവമായിട്ടുള്ള ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സംതൃപ്തരാണ്. അപ്പം ആ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആ ഡീപ്പ് റൂട്ടഡ് പ്രിസംഷൻ മാറി. കേരളത്തിൽ സാധ്യമാണ് എന്ന ഒരു ആത്മവിശ്വാസം സംരംഭക സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി. അത് ഇനി ഒരിക്കലും പിന്നോട്ട് പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിയും, സുസ്ഥിരമാണ് അത് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമായിട്ടുണ്ടോ? സുസ്ഥിരമാക്കാൻ ഏറ്റവും എളുപ്പം നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ ചുമതല എടുക്കുമ്പോൾ ഈ വണ്ടി സെക്കൻഡ് ഗിയറിൽ കിടക്കുക. അപ്പം എനിക്ക് പിന്നെ ഓയിൽ നോക്കണ്ട, ടയർ നോക്കണ്ട, പോളിസികളൊന്നും നോക്കണ്ട, എല്ലാം ഒരു കണ്ടിന്യൂറ്റിയാണ്. ആ കണ്ടിന്യൂറ്റി ഇപ്പോൾ 4th ഗിയറിലേക്ക് എത്തി.